ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് റിയാക്ഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓൾറെഡി കുറെ ഹൈഡ്രോ കാർബൺസിനകത്ത് വരുന്ന റിയാക്ഷൻസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പെടാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 റിയാക്ഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സൈക്ലിക് പോളിമറൈസേഷൻ. നമ്മളെ ബെൻസീനില്ലേ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ഈതൈൻ എടുക്കുക, അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH. എത്ര എണ്ണം എടുക്കണം? 3 എടുക്കണം. കാരണം ബെൻസീനിൽ 6 കാർബൺ ഉണ്ട്. സോ CH ട്രിപ്പിൾ ബോണ്ട് CH. നിങ്ങൾ ടെക്സ്റ്റിൽ അതിന് 3 എണ്ണത്തിന് 3 ഡയറക്ഷനിലൊക്കെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ തരണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് 3 എന്ന് എഴുതുന്നു. ടെക്സ്റ്റിലുള്ള രീതിക്ക് വരച്ചു കഴിഞ്ഞാൽ CH ഇങ്ങനെയാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഫോർമാറ്റിലും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ ഫോർമാറ്റിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് ചോദിച്ചാലും നമ്മൾ എഴുതും, നമ്മളോടാ കളി. ഇതിൽ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് റെഡ് ഹോട്ട് അയൺ ട്യൂബ്. അപ്പൊ നല്ല ചുട്ട് പഴുത്ത ഇരുമ്പിന്റെ ട്യൂബിൽ കൂടിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ റെഡ് ഹോട്ട് അയൺ ട്യൂബും കൂടി എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെ ഒന്നുമില്ല, ഒരു ബെൻസീൻ റിംഗ് അങ്ങ് പ്രോഡക്റ്റ് ആയിട്ട് വരച്ച് വെച്ചാൽ മതി. അല്ലേ? അപ്പൊ ബെൻസീനെ പ്രിപ്പയർ ചെയ്ത ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ സൈക്ലിക് പോളിമറൈസേഷൻ. അത് ആക്ച്വലി ഇവിടെ ഓരോ ബോണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കിപ്പോ തിയറി ഒന്നും ചോദിക്കില്ലല്ലോ, അതെങ്ങനെ പ്രോഡക്റ്റ് മാത്രം എഴുതിയാൽ പോരെ നമുക്ക്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം. How will you convert ethyne to benzene? How will you convert ethyne to benzene എന്നോ അല്ലെങ്കിൽ how will you prepare benzene from ethyne എന്നോ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നമ്മൾ എഴുതും. ഇതേ ബെൻസിനെ പ്രിപ്പയർ ചെയ്യാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. എന്റെ ഏറ്റവും ഫേവറേറ്റ് റിയാക്ഷൻ ആണ്. ഫീനോളിൽ നിന്നും എങ്ങനെയാണ് ബെൻസിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ. ഒന്നുമില്ല, ഫീനോൾ എടുക്കുക. അറിയാലോ ഫീനോൾ എന്താണെന്ന്. ബെൻസീൻ റിംഗില് OH വരുന്നതാണ് ഫീനോൾ. അതിലേക്ക് സിങ്കിന്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ സിങ്കിന്റെ പൊടി സിങ്കിന്റെ ഭയങ്കര ഇഷ്ടമാണ് ഓക്സിജൻ. സിങ്കും ഓക്സിജനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജഗ പുകയാണ്. അപ്പൊ സിങ്ക് എവിടെ കണ്ടാലും ഓക്സിജൻ എടുത്തോണ്ടങ്ങ് പോകും. അപ്പൊ സിങ്ക് ഓക്സിജനെ എടുത്തു കൊണ്ടുപോയി. വാട്ട് ഈസ് റിമൈനിങ്? ആ ബെൻസീൻ റിംഗ് മാത്രമല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും H എവിടെ പോയി? അയ്യോ, ബെൻസീൻ റിംഗിന്റെ എല്ലാ പൊസിഷനിലും ഹൈഡ്രജൻ ഉണ്ട്. അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ബെൻസീൻ റിംഗ് മേജർ പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ് സിങ്കും ഓക്സിജനും ചേർന്നാൽ സിങ്ക് ഓക്സൈഡ്. ഇത്രയേ ഉള്ളൂ. എന്ത് എളുപ്പം റിയാക്ഷൻ പഠിക്കാൻ. അപ്പോ ഫീനോൾ എടുക്കുക, സിങ്ക് ഡസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, യു വിൽ ഗെറ്റ് ബെൻസീൻ അലോങ് വിത്ത് സിങ്ക് ഓക്സൈഡ്. സിമ്പിൾ അല്ലേ? അടുത്തത് ഒരു നെയിംഡ് റിയാക്ഷൻ ആണ് ഫ്രെഡൽ ക്രാഫ്റ്റ്. അസൈലേഷനും ആൽക്കൈലേഷനും. ആള് സിമ്പിളാ, പേരിങ്ങനെയാണെന്നേ ഉള്ളൂ, ആള് ചെറുതാ. അപ്പൊ നോക്കും, ഒരു ബെൻസീൻ റിംഗ് എടുക്കുക, അതിലേക്ക് ഒരു CH3Cl ഞാൻ ആഡ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ബെൻസീൻ റിംഗിന്റെ എല്ലാ പൊസിഷൻസിലും ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ പ്രിയതമയുടെ പേര് ക്ലോറിൻ. സോ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ, അപ്പൊ ഒരു ഹൈഡ്രജൻ ഈ ക്ലോറിനെയും കൊണ്ട് ലാലാ പാടി അങ്ങ് പോവും. പിന്നെ ആരാ ബാലൻസ്? CH3. അവൻ പോയ ഭാഗത്ത് ആര് കയറിയിരിക്കും? CH3 കയറിയിരിക്കും. സോ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കണ്ടീഷൻ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അത് കൊടുത്താൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കൂ. അപ്പോ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിംഗില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷൻ ഞാനിപ്പോ ഇവിടെ എടുക്കുന്നു, CH3 കിട്ടും, പ്ലസ് ബൈ പ്രോഡക്റ്റോ HCl കിട്ടും. ഇതാണ് ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. കാരണം ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കണ്ടീഷൻ മറക്കരുത്, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ ഫ്രെഡൽ ക്രാഫ്റ്റിന്റെ രണ്ടാമത്തെ റിയാക്ഷനും ആര് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്? അൺഹൈഡ്രസ് അലുമിനിയം. അത് വിട്ടൊരു കളിയില്ല, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് തന്നെയാണ് എപ്പോഴും ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ റിയാക്ഷനിൽ ഇതേപോലെ ഒരു ബെൻസീൻ റിംഗ് എടുക്കുക, കൂടെ എടുക്കേണ്ടത് അസൈൽ ക്ലോറൈഡ്. എന്താ സാധനം? അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ്. എന്താ ആസിഡ്? COOH. അതിനെ OH മാറ്റിട്ട് ക്ലോറിൻ ആക്കുക. അപ്പൊ COCl. അത്രേ ഉള്ളൂ. അപ്പൊ CH3COCl. ദെൻ അഗൈൻ കൂടെ ഉപയോഗിക്കേണ്ടത് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. കഥ പഴയത് തന്നെ. ഹൈഡ്രജൻ ആരെ തട്ടിക്കൊണ്ടുപോകും? ക്ലോറിനെ തട്ടിക്കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ ബാലൻസ് വന്നിരിക്കുന്നത് CH3CO ഗ്രൂപ്പ് ആണ്. അപ്പൊ COയ്ക്കാണ് നഷ്ടം സംഭവിച്ചത്. അപ്പൊ അയാളായിരിക്കും ആദ്യം അറ്റാച്ച് ചെയ്യുക. സോ പ്രോഡക്റ്റ് കിട്ടുന്നത്
ബെൻസീൻ റിംഗില് COCH3 ബൈ പ്രോഡക്റ്റ് എന്തായിരിക്കും? HCl ആയിരിക്കും. ഈ രണ്ട് റിയാക്ഷനെ വിളിക്കുന്ന പേര് ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കൊണ്ട് ആൽക്കൈലേഷൻ റിയാക്ഷൻ, ഇവിടെ അസൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കൊണ്ട് അസൈലേഷൻ റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ രണ്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. വേറെ ഒന്നും കൊണ്ടല്ല, ഓഫീസിൽ നേരെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 8:15. എനിക്ക് നല്ല വിശപ്പുണ്ട്, വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്രയും മതി. ഈ ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം കൂടി പഠിപ്പിച്ചെന്നാലും ശരിയാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ എല്ലാവരും പഠിപ്പിക്കേണ്ടത് എനിക്കറിയാം, പക്ഷെ എന്നാലും ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇത് മാത്രമേ ഉള്ളൂ വഴി. നമ്മൾ മെയിൻ ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തേത് N2 സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, pi 2px equal to pi 2py, then sigma 2pz. ഇതൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പൊ ആ ഓർഡർ കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. ഞാനിത് മറക്കാതിരിക്കാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്, നൈട്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 14 ആണല്ലോ. അപ്പൊ N2, അപ്പൊ നൈട്രജന്റെ എണ്ണം വരെ, അതായത് 14 വരെ നൈട്രജൻ N നോർമൽ ഓർഡർ. എന്താ ഈ നോർമൽ ഓർഡർ? XYZ, ഇതാണല്ലോ നോർമൽ ഓർഡർ. അപ്പോ 14 ഇലക്ട്രോൺസ് വരെ XYZ എന്ന ഓർഡറിലാണ് എഴുതേണ്ടത്. നോക്കിയോ, എഴുതുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, sigma 2s, sigma star 2s, pi 2px equals pi 2py, then sigma 2pz. ഇതാണ് ഞാൻ പറഞ്ഞത്. x കഴിഞ്ഞ് y കഴിഞ്ഞ് z, ഏത് വരെ? നൈട്രജൻ വരെ. N നോർമൽ ഓർഡർ. നൈട്രജൻ എന്ന് പറഞ്ഞാൽ N2 ആണ് ഉദ്ദേശിക്കുന്നത്, 14 ഇലക്ട്രോൺ വരെ. അപ്പൊ ഇലക്ട്രോൺ നിറയ്ക്കാം. നൈട്രജനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം ഒരെണ്ണത്തിനകത്ത് 7, അപ്പൊ 2 നൈട്രജനിൽ 14. അപ്പൊ 2, 4, 6, 8, 10, 12, 14. തീർന്നു. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല, ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺസ് മൈനസ് സ്റ്റാർ ഉള്ള ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺസ് പറയുമ്പോൾ 2, 4, 6, 8, 10. അപ്പൊ 10 മൈനസ് സ്റ്റാർ ഉള്ളതെന്ന് പറയുമ്പോ 2, 4, 4 ഉള്ളൂ. അപ്പൊ 4 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 6/2, ആൻസർ 3. ഈ ബോണ്ട് ഓർഡർ 3 എന്ന് വെച്ചാൽ എന്തുവാ? ഈ നൈട്രജനും നൈട്രജനും ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത് ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ. ഇനി ചിലപ്പോൾ ചോദിക്കും ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണെന്ന്. ഒന്നുമില്ല, അവസാനം നിങ്ങൾ നോക്കുക, ഏറ്റവും അവസാനം. അത് 2 ആണോ എങ്കിൽ ഡയാമാഗ്നറ്റിക്, അതായത് എല്ലാം പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. അവിടെ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ, 1 എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. N2 പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഇലക്ട്രോൺ അവിടുന്ന് പോയി എന്നാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പോയി. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാലോ ഇലക്ട്രോൺ വന്നു എന്നാണ് അർത്ഥം. എത്ര ഇലക്ട്രോൺ പോയി? ഒരു പ്ലസ് അല്ലേ എഴുതിയിട്ടുള്ളൂ. സോ ഒരു ഇലക്ട്രോൺ പോയി എന്നാണ് അർത്ഥം. അപ്പോ ഇതേ പോലെ നൈട്രജന്റെ എണ്ണം എത്രയാണ്? 7 7 14 ആയിരുന്നു. ആ 14 1 പോയാൽ പിന്നെ എത്രയേ ഉള്ളൂ? 13 ഉള്ളൂ. അപ്പൊ 13 വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. 13 എന്ന് പറഞ്ഞാൽ 14 താഴെയില്ലേ? 14 താഴെ എല്ലാം നോർമൽ ഓർഡർ ആണ്. അപ്പൊ ഇതേ ഓർഡർ തന്നെ റിപ്പീറ്റ് ചെയ്യും. സോ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, pi 2px equals pi 2py, സിഗ്മ 2pz. ഇനി ഇലക്ട്രോൺ നിറയ്ക്കാം. നമുക്ക് എത്ര ഇലക്ട്രോൺസ് നിറയ്ക്കാനുള്ളത്? 14 അല്ല, 1 പോയി. അപ്പൊ 13 എണ്ണേ നിറയ്ക്കാവുള്ളൂ. അപ്പൊ 2, 4, 6, 8, 10, 12, ഇനി 1 ഉള്ളൂ. സോ 1. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ ഇല്ലാത്തത് എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 1, 9. സോ 9 മൈനസ് 2, 4. 4 എണ്ണമല്ലേ സ്റ്റാർ ഉള്ളതുള്ളൂ. അപ്പൊ 4/2. എത്ര വരും ആൻസർ? 9 മൈനസ് 4 എത്ര? 5. 5/2 2.5. അപ്പൊ 2.5. എളുപ്പമല്ലേ? 2.5 ബോണ്ട് ഉണ്ടോ? അതേത് ബോണ്ടാണ് ഈ 2.5 ബോണ്ട്? അത് റെസൊണൻസ് കണ്ടീഷനിലേക്ക് പോകും. അപ്പൊ അത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഇവിടെ പറയൂ, ഏതാ? ഡയയാണോ പാരയാണോ? കത്തിയില്ലേ? ഇവിടെ അവസാനം 1 ഉണ്ട്. സോ ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്.
സോ സിമ്പിൾ ആയിട്ട് അത് വർക്ക്ഔട്ട് ചെയ്തേക്കാം. ഇനി രണ്ടെണ്ണം കൂടി ഇതേപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. O2 2 മൈനസ്. O2 എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജൻ 8 ആണ്. അപ്പൊ 2 ഓക്സിജൻ 16, 14ന്റെ അപ്പുറമായി. അപ്പൊ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. നോക്കാം നമുക്ക് ഓർഡർ എങ്ങനെ വരുമെന്ന്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, pi 2p x equals pi 2p y. Then sigma 2p z. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാം സ്റ്റാർ എഴുതണം അല്ലെ. പക്ഷെ ഇവിടെ വ്യത്യാസം ഇതാണ് നമ്മൾ ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ അബ്നോർമൽ ആണെന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് വൈ ഇസഡ് അങ്ങനെയല്ല വരുന്നത്. പിന്നെ എന്താ ഈ അബ്നോർമൽ? ഇത് ആദ്യം ഇസഡ് ആദ്യവും എക്സും വൈയും രണ്ടാമതും. ഇതാണ് അബ്നോർമൽ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് മാറ്റി എഴുതാം. ഇത് എങ്ങനെ വരും? സിഗ്മ 2p z. അത് കഴിഞ്ഞ് pi 2p x equals pi 2p y. പക്ഷെ അടുത്ത് സ്റ്റാർ എഴുതുമ്പോ ഒരു അബ്നോർമാലിറ്റി ഇല്ല, നേരെ അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് pi star 2p x. x കഴിഞ്ഞിട്ട് is equal to pi star 2p y. ഇനി അങ്ങോട്ട് ഇലക്ട്രോൺ വേണ്ടാന്ന് എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി, അതായത് സിഗ്മ സ്റ്റാർ 2p z കൂടി നിങ്ങൾക്ക് എഴുതാം വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് 8 8 16 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 16 എണ്ണത്തിന് എങ്ങനെ നമ്മൾ നിറയ്ക്കും? 2 4 6 8 10 12 14. 14 എത്തിയപ്പോഴത്തേക്ക് 2 എണ്ണം ഉണ്ട്. ആൾക്കാരാണെങ്കിലോ 2 പേരും ഉണ്ട്. അപ്പൊ 2 പേരും ഉണ്ട്. ഈ 2 പേർക്കും ഒരേ എനർജി അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരേ എനർജി ആണെന്ന് വേണ്ടാക്കിയ അക്ഷരത്തിൽ ഇവിടെ ഇസ് ഈക്വൽ ടു ഇട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരേ എനർജി, അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ആഹാരമുണ്ട്, 2 പേർക്ക് ഒരേ വിശപ്പ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് വീതിച്ചു കൊടുക്കുന്നതല്ലേ ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് കുറച്ചേ ഉള്ളുവെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാം, അല്ലെ കുറച്ചുണ്ടെങ്കിലോ 2 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലില്ലേ, അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക. അപ്പോ 2 ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുള്ളതിൽ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും. ഇത് ഏത് റൂളാണെന്ന് ചോദിച്ചാൽ ഹൺസ് റൂളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിനെ വീതിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സ്റ്റാർ ഇല്ലാത്തത് 2 4 6 8 10. സോ 10 മൈനസ് സ്റ്റാർ ഉള്ളത് 2 4 5 3 6. സോ 6 ബൈ 2 ദാറ്റ് ഈസ് 4/2. ആൻസർ 2. അതിന്റെ അർത്ഥം ഓക്സിജനും ഓക്സിജനും ഇടയിൽ ഡബിൾ ബോണ്ട്. ഓക്സിജൻ ഓക്സിജൻ ഇടയിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. O2 16. അപ്പൊ O2 2 മൈനസ് 2 ഇലക്ട്രോൺ കൂടി. അപ്പൊ 16ഉം 2ഉം ഞാൻ പറഞ്ഞു 2 മൈനസ് ഇലക്ട്രോൺ കൂടുമ്പോഴാണ്. അപ്പൊ 16ഉം 2ഉം 18. അപ്പൊ 18 ഇലക്ട്രോൺ ആണ്, 14നേക്കാൾ കൂടുതൽ. അപ്പൊ അബ്നോർമൽ ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഇങ്ങനെ, നമ്മുടെ ഓർഡർ ഇങ്ങനെ വരും. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2p z, pi 2p x equal to pi 2p y. Then pi star 2p x equals pi star 2p y. എനിക്കിതൊരു മതിയെന്ന് അറിയാവുന്നതാണ്, നിർത്തിയതില്ലെങ്കിൽ നിങ്ങൾ എഴുതി പോവുക. ഇനി ഇലക്ട്രോൺ നിറയ്ക്കുക. എത്ര എണ്ണം നിറയ്ക്കാനുണ്ട്? 18 എണ്ണം നിറയ്ക്കാനുണ്ട്. അപ്പൊ എങ്ങനെ എഴുതും? 2 4 6 8 10 12 14 16 18. എല്ലാവർക്കും വീതിച്ചങ്ങ് കൊടുത്തു. സോ ഇനി ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ ഇല്ലാത്തത് എത്ര ഉണ്ട്? 2 4 6 8 10. സോ 10 മൈനസ് സ്റ്റാർ ഉള്ളതോ 2 4 6 8. സോ 8/2, അതായത് 2/2. ആൻസർ 1. സിംഗിൾ ബോണ്ട് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇനി ഒരു കാര്യം, സ്വാഭാവികമായിട്ട് നമ്മുടെ കുരുട്ട് ബുദ്ധിക്കകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. 15 ആണെങ്കിൽ എന്ത് ചെയ്യും? 15 ആണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ ഒന്ന് കുറയ്ക്കുക എന്നത് മാത്രമേ നമ്മുടെ കയ്യിൽ വഴിയായിട്ടുള്ളൂ. കാരണം ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതെങ്ങനെ മുറിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ ഒരു ഇലക്ട്രോൺ നമ്മളവിടെ കൊടുക്കും. അപ്പൊ അപ്പുറത്ത് എന്തെന്ന് എഴുതണം? 0 എന്ന് എഴുതണം. സോ ആ രീതിയിൽ ഇനി നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഷുവർ ആണ്. സോ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് പോവുക. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരട്ടെ, ബാക്കിയെല്ലാം നാളെ അറിയാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി വാട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടോപ്പിക്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ പറ്റുമെങ്കിൽ നാളെ രാവിലെ ഒരു വീഡിയോ കൂടി ചിലപ്പോൾ ചെയ്യുമെങ്കിൽ ആ ടോപ്പിക്സ് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും +2 ഓൺലൈൻ ക്ലാസ്സിൽ കാണണം. നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്.